മഹാനായ അബൂ ഹാമിദ് ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഒരു പണ്ഡിതന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ അതേ സാധാരണക്കാരനായ ആള് ചിന്തിക്കേണ്ടത് അയാൾ ഒരു തികഞ്ഞ ആലിമാണല്ലോ, അതുകൊണ്ട് ഇൽമുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാ. എന്റെ കയ്യില് ഇൽമില്ല എന്നൊരു ചിന്ത എന്നെ പോലത്തെ സാധാരണക്കാരുടെ മനസ്സിൽ വന്നോളണോ? അതുപോലെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ ആലിമീങ്ങളെ ചിന്തിക്കേണ്ടത് അയാൾ വിവരമില്ലാതെ പറ്റിപ്പോയതാണ്, വിവരമില്ലാതെ പറ്റിയത് അള്ള പുറത്തു കൊടുത്തേക്കാ. എന്നാലും മോശക്കാരൻ ഞാനാണെന്ന് മുസ്ലിയാരും ചിന്തിച്ചോളണം. ചെറുപ്പക്കാരിൽ നിന്ന് തെറ്റുപറ്റുന്നത് പ്രായമെത്തിയ ആളുകൾ കണ്ടാൽ ആ പ്രായമുള്ളയാളെ ചിന്തിക്കേണ്ടത് അയാളെ എന്നേക്കാൾ പ്രായം കമ്മിയായ മനുഷ്യനല്ലേ, എന്റെ അത്ര ആയുസ് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്റെ അത്ര തന്നെ തെറ്റും അയാളെ ജീവിതത്തിൽ വന്നൂടല്ലോ എന്ന് ചിന്തിച്ച പ്രായമുള്ള ഉപ്പ ചിന്തിക്കണം, ഞാനാണ് മോശക്കാരനല്ല. ഇനി പ്രായമുള്ളയാളുടെ ജീവിതത്തിൽ തെറ്റ് വന്നാൽ അതേ ചെറുപ്പക്കാര് ചിന്തിക്കേണ്ടത് അയാൾ എന്നേക്കാൾ വയസ്സ് കൂടിയ ആളാണ്, എന്നേക്കാൾ കൂടുതൽ സുബ്ഹാനല്ലാഹ് ചൊല്ലിയ ആളാണ്, എന്നേക്കാൾ കൂടുതൽ അല്ലാഹു അക്ബർ ചൊല്ലാൻ അവസരം കിട്ടിയ ആളാണ്, എന്നേക്കാൾ കൂടുതൽ റമളാനിനെ സ്വീകരിക്കാൻ അവസരം കിട്ടിയ ആളാണ്. ഇങ്ങനെ പരസ്പരം ഞാനാ മോശക്കാരൻ എന്ന ചിന്തയിലേക്ക് വന്നാൽ ഒരാളെയും വേദനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല.